റമദാൻ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ലൊരു മസാല സുലൈമാനോട് കൂടി ആയാലോ. ഒരു പീസ് കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, 2 ഏലക്കായ, 4 കുരുമുളക്, 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. 2 ഗ്ലാസ് സുലൈമാനിക്കാണ് കേട്ടോ അത് എടുത്തിരിക്കുന്നത്. 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരുന്ന മസാല ചതച്ചത് കൂടി ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുക. വെള്ളം തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് ഒന്ന് കിടന്ന് തിളക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ എല്ലാം വെള്ളത്തിൽ ഇറങ്ങി വരും. ചായ എന്ന് പറയുമ്പോൾ നമ്മൾ ഫേമസ് ചായപ്പാട്ടാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിഠാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിഠാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. കാലുമേലെ കാലുകേറ്റി സോഫയിൽ ഇരുന്നു നീ, കാലുമേലെ കാലുകേറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോളുകേറ്റി ഒരേറു നോട്ടം കൊണ്ടിന്നലെ. ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാ ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദനെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലോണം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 3/4 ടീസ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് അരിച്ചെടുക്കാം നമുക്ക്. ഈ തണുപ്പത്തപ്പോൾ ഇങ്ങനെ ഒരു മസാല ഇട്ട സുലൈമാനിയും അതിൻ്റെ കൂടെ ഒരു മുളക് ബജിയും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും സ്നാക്സ് ആയാലും കുഴപ്പമില്ല, പഴംപൊരിയോ പരിപ്പോടോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ തണുപ്പത്തത് അങ്ങനെ കഴിച്ചിരിക്കാൻ നല്ലൊരു രസമാണ് അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് നല്ല ക്രീമി ആയൊരു കോഫി ഉണ്ടാക്കി നോക്കേ. 2 ടീസ്പൂണ് കോഫി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ബോട്ടിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കുറച്ച് ഹോട്ട് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ചിട്ട് നല്ലോണം ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഷേക്ക് ചെയ്ത് കോഫി മിക്സ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട് ഇത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഹോട്ട് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ക്രീമി ടെക്സ്ചറിലുള്ള കോഫി റെഡി ആയിട്ടുണ്ട് കേട്ടോ.